നമസ്കാരം, എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആണ്. എന്താണെങ്കിലും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതിൽ ചിന്തിക്കാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിലോ. ഇഫ് യു ആർ നോട്ട് റെഡി ടു ബിക്കം എ പാരന്റ്, ഡോണ്ട് ബിക്കം എ പാരന്റ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ കുറച്ച് പേരുടെ മുഖം ചുളിയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടിയാണ് അവിടെ ജന്മം എടുക്കുന്നത്. നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് അല്ലെ. ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ഫിസിക്കലി, മെന്റലി ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു കുട്ടി സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഓക്കെയാണ്. പക്ഷെ ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരാളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ വേറൊരാളുടെ കുറ്റപ്പെടുത്തൽ കേൾക്കാതിരിക്കാനോ ഇതൊന്നും അല്ല 5-10 മിനിറ്റിന്റെ കുറച്ച് സന്തോഷത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ കുട്ടികളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ തെറ്റാണ്. വളരെ തെറ്റാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻസും ആങ്കർ ഇഷ്യൂസും വരും. നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ വഴക്കാകും. അതെല്ലാം ചെന്ന് നിൽക്കുന്ന ഈ കുട്ടിയുടെ മേത്തായിരിക്കും. നിങ്ങൾ പറയാൻ പാടില്ലാത്ത കുറെ വർത്തമാനങ്ങൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറയും. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ബെറ്റർ ലൈഫ് ഉണ്ടായേനെ, നീ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ദേഷ്യം കളയാനായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തീർക്കാനായിട്ട് ഉള്ള 2-3 വാക്കുകളായിരിക്കും. പക്ഷെ ആ കുട്ടിക്ക് ഇത് ലൈഫ് ലോങ് അവളുടെ ഉള്ളിലുള്ള ഒരു തീരാ ദുഃഖമായിട്ടാണ് മാറുന്നത്. കാരണം നിങ്ങളല്ല അവരെ ചൂസ് ചെയ്യുന്നത്, അവര് നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പ്രഗ്നന്റ് ആവാതിരിക്കുക. ടേക്ക് സം ടൈം. ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകുക, മെന്റലി പ്രിപ്പയർഡ് ആകുക. സോ ഇത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഇതൊക്കെ അങ്ങ് നടന്നോളും, എല്ലാവരും അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവര് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന കാര്യത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അവരോടൊന്ന് ഇരുന്ന് സംസാരിച്ചാൽ മതി. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും നമ്മൾ ഇടപിടിയെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല പേരന്റിങ്. ഇതൊന്ന് എല്ലാവരുടെയും ലൈഫിൽ ഒരു മേജർ ചേഞ്ച് വരുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടി എന്ന് പറയുന്നത്. സോ ടേക്ക് യുവർ ടൈം, തിങ്ക് പ്രോപ്പർലി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ആ കുട്ടി സന്തോഷത്തിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരവേക്കുക.